അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താണ്? ദ ഡയഫ്രം മൂവ്മെൻറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ കൺട്രോൾ റാക്ക് ഓഫ് ദ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഡയഫ്രം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടെത്തിക്കുന്നു? അത് കൺട്രോൾ റാക്കിലേക്ക് എത്തിയിരിക്കുന്നു. കൺട്രോൾ റാക്ക് എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റിംഗ് ദ ഫ്യൂവൽ ക്വാണ്ടിറ്റി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ എൻജിൻ. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റിയിൽ ആ ഒരു സപ്ലൈയിൽ എന്ത് സംഭവിക്കുന്നു? ആ ഒരു അഡ്ജസ്റ്റിംഗ് നടത്തുകയും കൂടുതലായിട്ട് എൻജിൻ്റെ സ്പീഡ് വരാതെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഐഡിലിംഗ് കൺട്രോൾ നിലവിൽ വരുന്നുണ്ട്. ഈ ഐഡിലിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെയുള്ള ഐഡിലിംഗ് സ്പ്രിങ് ആൻഡ് അഡ്ജസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമം ഫ്യൂവൽ സപ്ലൈ നടത്തി ഐഡിലിംഗ് കൺട്രോളിംഗ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്താ വരുന്നത്? ദ ഗവർണർ എൻഷുവേഴ്സ് സ്മൂത്ത് എൻജിൻ ഓപ്പറേഷൻ അണ്ടർ വാരിയിങ് ലോഡ് ആൻഡ് പ്രിവെൻസ് ഓവർ സ്പീഡിങ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഗവർണർ എന്ത് ചെയ്യുന്നു? സ്മൂത്ത് എൻജിൻ ഓപ്പറേഷൻ സാധ്യമാക്കുകയും അത് ഏത് അവസ്ഥയിൽ? അണ്ടർ വാരിയിങ് ലോഡ്സ് ആൻഡ് പ്രിവെൻറ്റ് ഓവർ സ്പീഡിങ്. ഓവർ സ്പീഡിങ് എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ എന്ത്? ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഏത് തരം ഗവർണറാണ്? ഇവിടെ പറഞ്ഞത് ന്യൂമാറ്റിക് ഗവർണർ, അല്ലെങ്കിൽ നമുക്കതിനെ എന്താണ് പറയാൻ പറ്റുക? നമ്മൾ ന്യൂമാറ്റിക് ഗവർണർ എന്നുള്ള രീതിയിൽ നമ്മളതിനെ പറയും. ഇപ്പോൾ ഗവർണർ എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂമാറ്റിക് ഗവർണറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 3 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 6 അഡ്വാൻറ്റേജ് ഓഫ് CRDI സിസ്റ്റം. എന്താണ് CRDI സിസ്റ്റം? CRDI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഡീസൽ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്? ഇംപ്രൂവ് ഫ്യൂവൽ എഫിഷ്യൻസി. ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് പ്രിസൈസ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ റെഡ്യൂസസ് വേസ്റ്റേജ്. കൃത്യമായ രീതിയിലുള്ള ഫ്യൂവലിൻ്റെ ഇഞ്ചക്ഷൻ നമുക്ക് സാധ്യമാക്കാനും ഫ്യൂവലിൻ്റെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അതാണ് ഇംപ്രൂവ്ഡ് ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ള പോയിൻ്റോട് ഉദ്ദേശിച്ചത്. ബെറ്റർ പവർ ആൻഡ് ടോർക്ക്. നല്ല പവറും നല്ല ടോർക്കും നൽകാൻ സാധിക്കും. പവർ അതുപോലെ തന്നെ ടോർക്ക്. ഒപ്റ്റിമൈസ്ഡ് ഇഞ്ചക്ഷൻ ടൈമിംഗ് എൻഹാൻസസ് എൻജിൻ പെർഫോമൻസ്. അല്ലേ? ഇഞ്ചക്ഷൻ ടൈമിംഗ് എന്തിന് സഹായിക്കും? ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ടൈമിംഗ് എന്തിന് സഹായിക്കും? എൻജിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റെഡ്യൂസ് എമിഷൻ കുറയ്ക്കാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് ലോവർ നൈട്രജൻ ഓക്സൈഡ് സ്മോക്ക് ആൻഡ് പാർട്ടിക്കുലേറ്റ് എമിഷൻസ്. ഇപ്പോൾ നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ സ്മോക്കും അതുപോലെ തന്നെ പാർട്ടിക്കുലേറ്റ്സ്, ഈ കരിയും പുകയും ഒക്കെ ആയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എമിഷൻ റെഡ്യൂസ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. ഇനി എന്താണ്? ക്വയറ്റർ എൻജിൻ ഓപ്പറേഷൻ. വളരെ ക്വയറ്റർ ആയിട്ടുള്ള ഒരു എൻജിൻ ഓപ്പറേഷൻ സാധ്യമാക്കുന്നുണ്ട്. സ്മൂത്ത് കമ്പഷൻ റെഡ്യൂസസ് എൻജിൻ നോയ്സ്. അല്ലേ? സ്മൂത്ത് കമ്പഷനാണ് നടക്കുക, അതുകൊണ്ട് തന്നെ എൻജിൻ നോയ്സ് കുറയുന്നു. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇഞ്ചക്ഷൻ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇലക്ട്രോണിക് കൺട്രോൾ അഡാപ്റ്റ് ടു വാരിയിങ് ലോഡ്സ് ആൻഡ് സ്പീഡ്സ്. അല്ലേ? ഇഞ്ചക്ഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതാണ് വിവിധ ലോഡുകളിലും സ്പീഡുകളിലൊക്കെ കൃത്യമായ രീതിയിൽ ഇഞ്ചക്ഷൻ ടൈമിംഗ് സാധ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോൾഡ് സ്റ്റാർട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഈസിയർ സ്റ്റാർട്ടിങ് ഇൻ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ. അല്ലേ? വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലോ ടെമ്പറേച്ചറിലും വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇത്രയുമാണ് CRDI സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ്, പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. അപ്പോൾ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. 3 മാർക്കിന് ചോദിക്കുമ്പോൾ മിനിമം ഒരു 5 അല്ലെങ്കിൽ 4 ഒക്കെ പോയിന്റ്സ്, കൃത്യമായിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ ശ്രമിക്കുക. ഇവിടെ 6 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ 6 പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ പഠിച്ച് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? വാട്ട് ആർ ദ നെസസിറ്റീസ് ഓഫ് കൂളിംഗ് ആൻ എൻജിൻ. ഒരു എൻജിൻ കൂളിങ്ങിൻ്റെ നെസസിറ്റീസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നവംബർ 2023 ഈ ഒരു ക്വസ്റ്റ്യൻ നിലവിൽ ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിൽ. സോ എന്താണ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ നെസസിറ്റി? അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? ടു പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ്
ഓഫ് എൻജിൻ ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. എൻജിൻ ഓവർ ഹീറ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ എ സ്യൂട്ടബിൾ വർക്കിംഗ് ടെമ്പറേച്ചർ. സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടെമ്പറേച്ചറിൽ എൻജിനെ കീപ്പ് ചെയ്യാൻ ഈ കൂളിംഗ് സിസ്റ്റത്തിന് സാധിക്കും. അതുപോലെ തന്നെ ടു അവോയ്ഡ് സീസർ ആൻഡ് ഡിസ്റ്റോർഷൻ ഓഫ് എൻജിൻ കമ്പോണൻസ്. ഇതെന്താണ്, ഇത് കുടുങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലേ. ഈ ഒരു എൻജിൻ്റെ കമ്പോണൻസ് ഒക്കെ ഹീറ്റ് ആവുന്ന സമയത്ത് എക്സ്പാൻഡ് ആവുകയും അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും അതുവഴി അവിടെ സ്റ്റക്കായി പോകുന്നൊക്കെ ഒരു അവസ്ഥയെ നമ്മൾ സീസർ എന്ന് പറയും. അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാം. ടെമ്പറേച്ചർ വഴി ഉണ്ടാവുന്ന മെറ്റൽസിൻ്റെയൊക്കെ ഡീഫോർമേഷനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും കൂളിംഗ് സിസ്റ്റത്തിലൂടെ. ടു എൻഷുർ എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ ബൈ പ്രിവെൻറ്റിംഗ് ഓയിൽ തിന്നിങ് എന്നാണ്. ഓയിൽ തിന്നിങ്, ഓയിൽ നമുക്ക് വളരെ തിന്നാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കും അല്ലേ. ഓയിൽ തിന്നിങ് കാരണം നമുക്ക് എഫക്റ്റീവ് ലൂബ്രിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കും. ഓക്കെ. ടു ഇൻക്രീസ് ദ ലൈഫ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ എൻജിൻ. ലൈഫും എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂളിംഗ് സിസ്റ്റം കൊണ്ട് തന്നെ എൻജിൻ്റെ ലൈഫും എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നല്ല പോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ 3-4 പോയിൻ്റൊക്കെ എഴുതിയാൽ മതി. നല്ല പോയിൻറ്റ്സിൽ കുറച്ച് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 5 അല്ലെങ്കിൽ 6 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 3 മാർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻ മൾട്ടി ഗ്രേഡ് ഓയിൽ. മൾട്ടി ഗ്രേഡ് ഓയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഓയിൽ, ഇങ്ങനെയൊക്കെ പലതരം ഓയിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. വാഹനങ്ങളിൽ പല ഭാഗങ്ങളിൽ ഓയിൽസ് യൂസ് ചെയ്യും. ഈ ഓയിൽ പറയുന്ന ഒരു ഗ്രേഡ്, എൻജിൻ ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പറയുന്നത് SAE എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉപയോഗിച്ചിട്ടാണ്. SAE എന്താണ് SAE എന്ന് പറയുന്നത്? SAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ആണ്. സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ മൾട്ടി ഗ്രേഡ് ഓയിലും സിംഗിൾ ഗ്രേഡ് ഓയിലും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മൾട്ടി ഗ്രേഡ് ഓയിൽ? മൾട്ടി ഗ്രേഡ് ഓയിൽ വർക്ക്സ് എഫക്റ്റീവ്ലി ഇൻ ബോത്ത് കോൾഡ് ആൻഡ് ഹോട്ട് കണ്ടീഷൻ. ഇവിടെ ആണ് പോയിന്റ്. കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ഹോട്ടായിട്ടുള്ള കണ്ടീഷനിലും ഈ ഒരു മൾട്ടി ഗ്രേഡ് ഓയിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ 2 SAE റേറ്റിംഗ്. SAE റേറ്റിംഗിൽ എന്താണ്? 2 ഡിജിറ്റുകൾ നിലവിൽ വരും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 10W30 അല്ലെങ്കിൽ 20W40 അല്ലേ, ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് 20W40. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ഡിജിറ്റ് വന്നു, ഇവിടെ ഒരു ഡിജിറ്റ് വന്നു. അപ്പോൾ എന്താണ്, ഇതൊരു മൾട്ടി ഗ്രേഡാണ്. ഓക്കെ, മൾട്ടി ഗ്രേഡാണ്. അപ്പോൾ നമുക്ക് എന്താണ്, വിൻ്റർ സീസണിലാവുമ്പോൾ 40 ആയിരിക്കും. അതുപോലെ തന്നെ സമ്മർ സീസണിലാവുന്ന സമയത്ത് എന്താണ്, 20 ആയിരിക്കും. ഓക്കെ, W40 എന്ന് പറയുമ്പോൾ അത് ആ വിൻ്റർ സീസണിനെയാണ് ഉദ്ദേശിക്കുന്നത്. 40 എന്നുള്ള രീതിയിൽ വിൻ്റർ സീസൺ. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലായി. അപ്പോൾ ദ ഫസ്റ്റ് നമ്പർ W ഇൻഡിക്കേറ്റ് വിസ്കോസിറ്റി അറ്റ് ലോവർ ടെമ്പറേച്ചർ അല്ലേ. ഫസ്റ്റ് നമ്പർ എന്താ ചെയ്യുന്നത്, എന്താണ്, ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, 20W40 അല്ലേ. അപ്പോൾ ഈ 20W പറയുന്ന ഒരുമിച്ച് ഒരു സെക്ഷനും 40 എന്ന് പറയുന്ന അടുത്തൊരു സെക്ഷനുമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻ്ററിലുള്ള അവസ്ഥയാണ്. ഓയിലിൻ്റെ അവസ്ഥ വിൻ്ററിലുള്ള അവസ്ഥയാണ് ഫസ്റ്റ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് ദ സെക്കൻഡ് നമ്പർ ഇൻഡിക്കേറ്റ്സ് വിസ്കോസിറ്റി അറ്റ് ദ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലുള്ള വിസ്കോസിറ്റിയും അതുപോലെ തന്നെ ലോ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലുള്ള വിസ്കോസിറ്റിയുമാണ് ഇങ്ങനെയാണ്. അപ്പോൾ മൾട്ടിഗ്രേഡ് ഓയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ് 10W40. ഇപ്പോൾ 10ൻ്റെ കൂടെയാണ് W കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോ ടെമ്പറേച്ചറിലുള്ള ആ ഒരു അവസ്ഥയാണ് ഓയിലിൻ്റെ. ഇത് ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഇത് വിൻ്ററിലാണ്, ഇതെന്താണ്, ഇത് സമ്മറിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥ അല്ലേ, സമ്മറിലാണ് ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് സ്പെഷ്യൽ അഡിക്റ്റീവ്സ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് ഇംപ്രൂവർ അല്ലേ. വിസ്കോസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന സ്പെഷ്യൽ അഡിക്റ്റീവ്സ് ആർ യൂസ്ഡ് ടു അച്ചീവ് ദീസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഈ ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഈ ഓയിലിന് കൃത്യമായ രീതിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വിസ്കോസിറ്റി ഇൻഡെക്സ് ഇംപ്രൂവേഴ്സ് ആണ്.
അത് നമ്മൾ നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. മൾട്ടിഗ്രേഡ് ഓയിൽസ് പ്രൊവൈഡ് ഈസി സ്റ്റാർട്ടിങ് ഇൻ കോൾഡ് വെതർ ആൻഡ് മെയിൻറ്റെയിൻ പ്രോപ്പർ ലൂബ്രിക്കേഷൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ എൻഷുറിങ് ബെറ്റർ പെർഫോമൻസ് ആൻഡ് ലോങ്ങർ എൻജിൻ ലൈഫ്. എന്തൊക്കെയാണ് പറഞ്ഞത്? മൾട്ടിഗ്രേഡ് ഓയിൽസ് എന്ന് പറയുന്നത് ഈസി സ്റ്റാർട്ടിങ് ഇൻ കോൾഡ് വെതർ, കോൾഡ് വെതറിൽ ഈസി സ്റ്റാർട്ടിങ്ങിന് സഹായിക്കും. മെയിൻറ്റെയിൻ പ്രോപ്പർ ലൂബ്രിക്കേഷൻ, നല്ല ലൂബ്രിക്കേഷൻ, അത് വിൻ്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും നല്ല രീതിയിലുള്ള ലൂബ്രിക്കേഷന് സഹായകമാകും അല്ലേ. ഹൈ ടെമ്പറേച്ചറിലും അത് സഹായകമാകും. ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കും. അതുപോലെ തന്നെ ലോങ്ങർ എൻജിൻ ലൈഫിന് കാരണമാകും. സോ ഇതാണ് മൾട്ടിഗ്രേഡ് ഓയിലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റുകൾ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലിസ്റ്റ് 6 അഡ്വാൻറ്റേജസ് ഓഫ് ടർബോ ചാർജിങ്. ടർബോ ചാർജിങ്ങിൻ്റെ 6 അഡ്വാൻറ്റേജസ് പറയുക. 6 അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിന് ഒരു 1/2 മാർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? 3 മാർക്ക്, 6 എണ്ണത്തിന് നമുക്ക് 3 മാർക്ക് ലഭിക്കും. സോ 6 അഡ്വാൻറ്റേജസ് ഇവിടെ നിലവിൽ പറയണത്. നവംബർ 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എന്താണ് ടർബോ ചാർജേഴ്സ്? ഇൻക്രീസസ് എൻജിൻ പവർ വിത്തൗട്ട് ഇൻക്രീസിങ് എൻജിൻ സൈസ്. എൻജിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻജിൻ്റെ പവർ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ഫ്യൂയൽ എക്കണോമി ബൈ യൂട്ടിലൈസിങ് എക്സോസ്റ്റ് ഗ്യാസ് എനർജി. എന്താണ്? എക്സോസ്റ്റ് ഗ്യാസ് എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂയൽ എക്കണോമി ഇംപ്രൂവ് ചെയ്യിക്കുന്നു. കാരണം എക്സോസ്റ്റ് ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്? ടർബൈനെ കറക്കുന്നത്. അതുവഴി കംപ്രസർ തിരിയുകയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ എടുത്ത് അത് എഞ്ചിനിലേക്ക് നന്നായിട്ട് കംപ്രസ് ചെയ്ത് സപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് എക്സോസ്റ്റ് ഗ്യാസ് എനർജി ഉപയോഗിച്ച് ഫ്യൂയൽ എക്കണോമി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റും. റെഡ്യൂസസ് എൻജിൻ വെയിറ്റ് ടു പവർ റേഷ്യോ. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറയ്ക്കാൻ സാധിക്കും. എൻഹാൻസ് ആൾട്ടിറ്റ്യൂഡ് പെർഫോമൻസ് യൂസ്ഫുൾ ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നമുക്ക് എന്താണ്? പ്രഷറിൻ്റെ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടർബോ ചാർജേഴ്സ് ഉള്ള വാഹനങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. പ്രൊവൈഡ്സ് ബെറ്റർ കമ്പഷൻ ആൻഡ് റെഡ്യൂസസ് എമിഷൻ. നല്ല രീതിയിലുള്ള കമ്പഷനും അതുപോലെ തന്നെ എമിഷൻ കുറയ്ക്കാനും സഹായിക്കും. ഇംപ്രൂവ്സ് ഓവറാൾ എൻജിൻ്റെ എഫിഷ്യൻസി മൊത്തമായിട്ട് എന്താണ്? വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സോ ഒരു 6 പോയിന്റ്സ് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഓരോ പോയിന്റിനും 1/2 മാർക്ക് വെച്ച് അല്ലേ, 1/2 മാർക്ക് ഇങ്ങനെ 6 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കൃത്യമായ പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. ഇനി 7-8 പോയിന്റ് ഒന്നും എഴുതി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ പോയിന്റ് നമ്മൾ എഴുതിയ പോയിന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറച്ചും കൂടെ കയറ്റി എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്ക് സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ലിസ്റ്റ് 6 അഡ്വാൻറ്റേജസ് ഓഫ് ടർബോ ചാർജിങ്ങിൻ്റെ 6 അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനാണ് അല്ലേ. ലിസ്റ്റ് 6 അഡ്വാൻറ്റേജസ് ഓഫ് ടർബോ ചാർജിങ്. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടില്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ 7 മാർക്ക് ക്വസ്റ്റ്യനിൽ ആദ്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 7 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ചിലപ്പോൾ ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് ആ ഡ്രോയിങ് വരച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. എങ്കിലേ നമുക്ക് ആ ഒരു മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്. നവംബർ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. അപ്പോൾ നമുക്കിവിടെ ഒരു AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കാണാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു എക്സെൻട്രിക് ക്യാം ഇവിടെ ഉണ്ട്. അത് ക്യാം ഷാഫ്റ്റിൽ തന്നെ വരുന്ന ഒരു ക്യാമാണ്. ആ ക്യാം തിരിയുമ്പോഴാണ് ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ക്യാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ക്യാമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു റോക്കർ ആം നിലവിൽ വരുന്നുണ്ട്. ആ റോക്കർ ആം ഇങ്ങനെ വന്നിട്ട് അതൊരു പുൾ റോഡിലേക്ക് വന്നിരിക്കുന്നു. പുൾ റോഡിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ആ പുൾ റോഡ് എന്ന് പറയുന്നത് എൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡയഫ്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ പുൾ റോഡിൽ തന്നെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു സ്ട്രെയിനർ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻലെറ്റ് കാണാം, അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് കാണാം. ഇവിടെ 2 ഭാഗത്തുമായിട്ട് ഓരോ വാൽവുകൾ കാണാം
അല്ലേ? ഒരു വാൽവിനെ നമ്മൾ സക്ഷൻ വാൽവ് എന്നും ഒരു വാൽവിനെ നമ്മൾ പ്രഷർ വാൽവ് എന്നും പറയുന്നു. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നിലവിൽ ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഡ്രോയിങ് കൃത്യമായി വരച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിൽ പെട്രോളിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന 2 പമ്പുകളിൽ ഒരു പമ്പാണ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. അപ്പോൾ മറ്റൊരു പമ്പ് എന്ന് പറയുന്നത് SU ഇലക്ട്രിക്കൽ പമ്പാണ്. SU ഇലക്ട്രിക്കൽ പമ്പാണ്. അപ്പോൾ AC മെക്കാനിക്കൽ പമ്പും SU ഇലക്ട്രിക്കൽ പമ്പുകളുമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. AC എന്ന് പറയുന്നത് ആക്ച്വേറ്റഡ് ബൈ ക്യാം ആണ്. ആക്ച്വേറ്റഡ് ബൈ ക്യാം, ഇതാണ് AC എന്നുള്ളതുകൊണ്ട് ACയുടെ ചുരുക്കമായിട്ട് പറയാറുള്ളത്, ആക്ച്വേറ്റഡ് ബൈ ക്യാം. സോ ആക്ച്വേറ്റഡ് ബൈ ക്യാം മെക്കാനിക്കൽ പമ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ ഡയഫ്രം ടൈപ്പ് പമ്പ്, അല്ലേ? ഇവിടെ ഒരു ഡയഫ്രം വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ ഡയഫ്രം ടൈപ്പ് പമ്പ് എന്ന് വിളിക്കാൻ പറ്റും. എ ഡയഫ്രം ടൈപ്പ് പമ്പ് യൂസ്ഡ് ഇൻ ഓൾഡർ പെട്രോൾ എഞ്ചിൻസ്. പഴയ കാല പെട്രോൾ എഞ്ചിനുകളിലൊക്കെ ഫ്യൂവലിനെ ടാങ്കിൽ നിന്നും കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൗണ്ടഡ് ഓൺ ദ എൻജിൻ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ക്യാം ഷാഫ്റ്റ്. ഇത് എവിടെയാണ് വെക്കുന്നത്? എൻജിന് മുകളിലാണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്യാം ഷാഫ്റ്റ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞു. ഇതിന് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ഈ ഡയഫ്രം ഹൈ ഗ്രേഡ് ഫാബ്രിക് റീഇൻഫോഴ്സ്ഡ് റബ്ബർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഫ്ലെക്സസ് ടു ക്രിയേറ്റ് സക്ഷൻ ആൻഡ് ഡെലിവറി. ഇത് സക്ഷനും ഡെലിവറിയും ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ സക്ഷനും ഡെലിവറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൽവ്സ്. ഇതെന്താണ്? ഒരു നോൺ റിട്ടേൺ ടൈപ്പ് വാൽവാണ് ഈ ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ് അല്ലെങ്കിൽ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൽവ്സ്. കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമേ ഫ്യൂവലിനെ കടത്തിവിടുന്നുള്ളൂ, തിരിച്ച് ഫ്യൂവലിനെ കടത്തിവിടുന്നില്ല. ഇത് ബാക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ ശ്രദ്ധിക്കുക. ഡയഫ്രം ആണെങ്കിൽ ഹൈ ഗ്രേഡ് ഫാബ്രിക് റീഇൻഫോഴ്സ്ഡ് റബ്ബർ ആണെങ്കിൽ, നമ്മളുടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും വാൽവുകളാണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്നത് ബാക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇനി റോക്ക് റാം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നു. ഓപ്പറേറ്റഡ് ബൈ ആൻ എക്സെൻട്രിക് ഓൺ ദ ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്യാമുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിലൊരു എക്സെൻട്രിക് ക്യാം ഉണ്ടായിരിക്കും. ഈ എക്സെൻട്രിക് ക്യാമാണ് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്? ഈ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ക്യാം ഷാഫ്റ്റിലാണ് ഈ ഒരു എക്സെൻട്രിക് ക്യാം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ റിട്ടേൺ സ്പ്രിങ് പുഷസ് ഡയഫ്രം ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ. ഡയഫ്രത്തിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു റിട്ടേൺ സ്പ്രിങ് ആണ്. അതുപോലെ തന്നെ ഫ്യൂവൽ ചേംബർ. സ്റ്റോർ ഫ്യൂവൽ ബിഫോർ ഡെലിവറി ടു കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ ഡെലിവറി ചെയ്യുന്നതിന് മുൻപേ ആ ഒരു ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂവൽ ചേംബർ എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തിന് നമുക്ക് ചേംബർ എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഓക്കെ. ഇനി അടുത്ത എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഒന്ന്, സിമ്പിൾ കൺസ്ട്രക്ഷൻ, റിലയബിൾ ഓപ്പറേഷനാണ്. ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്സ് ഫ്യൂവൽ ഡെലിവറി വെൻ കാർബറേറ്റർ ഈസ് ഫുൾ. കാർബറേറ്റർ ഫുള്ളാവുന്ന സമയത്ത്, കാരണം പമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ആരാണ്? കാർബറേറ്ററാണ്, അല്ലേ? കാർബറേറ്ററാണ്. അപ്പോൾ ഈ കാർബറേറ്റർ ഫുള്ളാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കാർബറേറ്ററിൽ നിന്നും പുറത്തേക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പമ്പിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ കാരണം പമ്പിൻ്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുകയും ആ ഒരു എക്സസ് ആയിട്ടുള്ള ഫ്യൂവലിൻ്റെ സപ്ലൈ നടക്കാതെ വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇതിൻ്റെ? ഒന്ന്, സക്ഷൻ സ്ട്രോക്ക്. ആദ്യം നടക്കുന്നത് സക്ഷൻ സ്ട്രോക്കാണ്, അല്ലേ? സക്ഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത്? ക്യാം ഷാഫ്റ്റ് എക്സെൻട്രിക് പുഷസ് റോക്ക് റാമിനെ പുഷ് ചെയ്യുകയും ഡയഫ്രം പുൾഡ് ഡൗൺവേർഡ്, ഡയഫ്രം അത് കാരണം താഴത്തേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ സക്ഷൻ ഓപ്പൺസ് ഇൻലെറ്റ് വാൽവ്, ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള ഇൻലെറ്റ് വാൽവിനെ സക്ഷൻ കാരണം ഓപ്പൺ ചെയ്യുകയും ഫ്യൂവൽ ആ ഒരു ചേംബറിലേക്ക് എത്തുകയും ആ ഒരു സക്ഷൻ ചേംബറിലേക്ക് ഫ്യൂവൽ എത്തുകയും ചെയ്യും. ഇനി അടുത്തത് ഡെലിവറി സ്ട്രോക്കാണ്. ക്യാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ റോക്ക് റാം റിലീസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഡയഫ്രം പുഷസ് അപ്വേർഡ് ബൈ സ്പ്രിങ്
റിട്ടേൺ സ്പ്രിങ്. റിട്ടേൺ സ്പ്രിങ് കാരണം ഡയഫ്രം മുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുകയും ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും ഫ്യൂവലിൻ്റെ ഡെലിവറി കാർബറേറ്ററിലേക്ക് നടക്കുകയും ചെയ്യുന്നു. ഇനി ഐഡിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫുൾ ഫ്ലോട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് കാർബറേറ്റർ ഫ്ലോട്ട് ചേമ്പർ ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് ഡയഫ്രം സ്റ്റേയ്സ് ന്യൂട്രൽ. ഡയഫ്രം ന്യൂട്രലായിട്ട് നിൽക്കുകയും അതായത് എക്സസ് ഫ്യൂവലിൻ്റെ സപ്ലൈ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. സോ നമുക്കിവിടെ മനസ്സിലാക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു എക്സെൻട്രിക് ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം വന്ന് ഇതിനെ മുകളിലേക്ക് തള്ളുന്നു. സോ ഇവിടെ ഡയഫ്രം താഴേക്ക് നീങ്ങുന്നു. സോ ഇവിടെ സക്ഷൻ ഉണ്ടാകുന്നു. സക്ഷൻ കാരണം ഇതിലൂടെ വന്ന ഫ്യൂവൽ ഇൻലെറ്റ് വഴി ഈ ചേമ്പറിലേക്ക് കയറുകയും ഇത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ഭാഗം വരുമ്പോൾ ഈ ഭാഗം നേരത്തെ ഈ ഭാഗം ഇവിടെ തള്ളി എന്ന് പറഞ്ഞു. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആകുന്ന സമയത്ത് ഈ താഴേക്ക് നീങ്ങിയ ഡയഫ്രം സ്പ്രിങ്ങുകളുടെ ഫോഴ്സ് കാരണം മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുകയും ഈ ഒരു ചേമ്പറിനകത്ത് പ്രഷർ വർദ്ധിക്കുകയും അത് പ്രഷർ വാൽവ് ഓപ്പണായി ഔട്ട്ലെറ്റിലൂടെ കാർബറേറ്ററിലേക്ക് ഫ്യൂവൽ സപ്ലൈ നടക്കുന്നതിനും കാരണമാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് പറയുന്നത്. സോ അതും കൃത്യമായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമുക്കറിയാം സിമ്പിൾ കാർബറേറ്റർ അല്ലേ. എക്സ്പ്ലെയിൻ വിത്ത് എ ഫിഗർ എബൌട്ട് എ സിമ്പിൾ കാർബറേറ്റർ. കാർബറേറ്റർ എന്ന് പറയുന്ന ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നവംബർ 2022 ഈ ക്വസ്റ്റ്യൻ നിലവിൽ ചോദിച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കുക, കാർബറേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വൃത്തിയായിട്ടൊരു ഡ്രോയിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുശേഷമാണ് നമുക്ക് കാർബറേറ്ററിൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ച് വിവരിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കാർബറേറ്ററിൻ്റെ ചിത്രം വരയ്ക്കുക. ഈ ചിത്രത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു എയർ ഹോൺ എന്ന് പറയുന്ന ഒരു ഭാഗം നിലവിൽ വരുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് വെഞ്ചുറി എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് നമുക്ക് ത്രോട്ട് എന്ന് പറയാം. അതുപോലെ ഒരു ഫ്ലോട്ട് ചേമ്പർ നമുക്കിവിടെ കാണാം. ആ ഫ്ലോട്ട് ചേമ്പർ ഒരു നോസിൽ ഉപയോഗിച്ച് ഈ ഒരു വെഞ്ചുറിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു ഫ്യൂവൽ ജെറ്റ് നമുക്കിവിടെ കാണാം. ഈ ഫ്ലോട്ട് ചേമ്പറിൽ തന്നെ ഫ്ലോട്ട് എന്ന് പറയുന്ന പൊങ്ങിക്കിടക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ട് മുകളിലായിട്ടൊരു നീഡിൽ വാൽവ് കാണാം. ഈ നീഡിൽ വാൽവ് വരുന്ന ഫ്യൂവലിനെ, പമ്പിൽ നിന്നും വരുന്ന ഫ്യൂവലിനെ ആ ഒരു പാത്തിനെ, ആ ഒരു വാൽവിനെ ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വഴിയെ ക്ലോസ് ചെയ്യുന്ന നീഡിൽ വാൽവ് നമുക്കവിടെ കാണാൻ പറ്റും. രണ്ട് വാൽവുകൾ, ഈ ഒരു എയർ ഹോണിൻ്റെ ഭാഗത്ത് രണ്ട് വാൽവുകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ വാൽവ് ചോക്ക് വാൽവ്, എയറിനെ കൺട്രോൾ ചെയ്യുന്ന ചോക്ക് വാൽവ്. രണ്ടാമതായി എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ത്രോട്ടിൽ വാൽവ്. അത് ആക്സിലറേറ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഇതിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അകത്തേക്ക് കയറുന്നത് എയറാണ്. ഫ്യൂവൽ സപ്ലൈ നടക്കുന്നത് ഈ ഭാഗത്താണ്. സോ എയറും ഫ്യൂവലും കൂടി ഇവിടെ മിക്സ് ആവുകയും തുടർന്ന് എയർ ഫ്യൂവൽ മിക്സ്ചർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എയർ വെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ചേമ്പറിനകത്തും, അതായത് ഈ ഫ്ലോട്ട് ചേമ്പറിനകത്തും പുറത്തും ഒരേ പ്രഷർ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ്. സോ ഒരു സിമ്പിൾ കാർബറേറ്റർ എന്ന് പറയുമ്പോൾ എ കാർബറേറ്റർ